ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രെഡ് കൊണ്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ചെറിയ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ ഒരു 5 പീസൊക്കെ മതിയാകും. ഞാൻ ചെറുതായതുകൊണ്ട് 6 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 3 ബ്രെഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ബ്രെഡ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കോഴിമുട്ട ആയതുകൊണ്ട് 4 എണ്ണം, വലുതാണെങ്കിൽ 3 എണ്ണം മതി. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം കേട്ടോ. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പഞ്ചസാരയെ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മളിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. അപ്പോൾ അല്ലെങ്കിൽ ഏത് ഫ്ലേവറാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെറും 3 ചേരുവ ബ്രെഡും അതുപോലെ തന്നെ പാലും കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. നന്നായിട്ട് ഈ ബ്രെഡിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെയും പാലിൻ്റെയൊക്കെ മിക്സ് ഒന്ന് ആഗോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഇത്രയും മതി. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഒരല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്കൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെയും മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ആ മിക്സ് ഒന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റും ആൻഡ് ഡാർക്കായിട്ടുള്ള ചോക്കോ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തികച്ചും ഓപ്ഷണലാണ്. ഇതിന് പകരം നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഒരു മിനിറ്റ് നമ്മളിതൊരു ഹൈ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 45 മിനിറ്റാണ് ഇതെനിക്ക് ബേക്ക് ചെയ്യാൻ എടുത്തത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു 40-45 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചൂടാറിയ സമയത്ത് ഒരല്പം മോൾ ഭാഗം താന്നു പോയിട്ടുണ്ട്. പക്ഷേ ബ്രെഡും മുട്ടയൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്രെഡും പാലും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയായ വളരെ ഈസിയായ ഒരു കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.